ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तु। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत। हरे कृष्ण उत्तम भक्ति माता जी। ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 11-ാമത്തെ അധ്യായം 48-ാമത്തെ ശ്ലോകം. ന വേദ യജ്ഞാധ്യയനേർ ന ദാനേർ ന ച ക്രിയാഭിർന തപോഭിരുഗ്രൈ ഏവം രൂപസഖ്യ അഹം ത്രിലോകേ ദ്രഷ്ടും ത്വപജ്ഞാന കുരു പ്രവീര. ന വേദ യജ്ഞാധ്യയനേർ ന ദാനേർ ന ച ക്രിയാഭിർന തപോഭിരുഗ്രൈ एवं रूपसख्य अहम त्रिलोके दृष्टुम त्वदन्येन कुरु प्रवीरा. हरे कृष्णा. रूपेश्वरी माता जी. हरे कृष्ण प्रभु जी. न वेदयज्ञाध्ययनैर्न दानैर्न च क्रियाभिर्न तपोभिरुग्रै एवं रूप शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीरा. हरे कृष्ण प्रभु जी. सिमी माता जी. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നു. ന വേദയജ്ഞാധ്യയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈ ഏവം രൂപസഖ്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. उत्तम भक्ति माता जी. ഹരേ കൃഷ്ണ പ്രഭുജി, ഏതായിരുന്നു പ്രഭുജി ശ്ലോകം? ഞാൻ എടുക്കണേ ഉണ്ടായിരുന്നു. 48, 11:48. ഒരു മിനിറ്റ് പ്രഭുജി. മലയാളം പേജ് നമ്പർ 612. കിട്ടി. ഹരേ കൃഷ്ണ. ന വേദയജ്ഞാദനയർദദാനൈ ന ചക്രക്രിയാഭിർന തപോഭിരുഗ്രൈ ഏവം രൂപാ ശക്യാഹം ന്യലോകേ ദൃഷ്ടും ത്വദന്യേന കുരു പ്രവീര. सुजय प्रभु. हरे कृष्ण प्रभु. धन्यवाद. न वेदयज्ञाध्ययनैर्न दानैर्न च क्रियाभिर्न तपोभिरुग्रै एवं रूपसख्य अहं नरलोके दृष्टुं त्वदन्येन कुरु प्रवीरा. हरे कृष्ण. ट्रांसलेशन रूपेश्वरी माता जी मलयाളത്തിൽ വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു ജി. ഹേ കുരുശ്രേഷ്ഠ, എന്റെ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദാധ്യയനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം ദൃശ്യമാവില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരി ബോൾ. Oh, best of the Kuru warriors, no one before you has ever seen this universal form of mine.
For neither by studying the Vedas, nor by performing sacrifices, nor by charity, nor by pious activities, nor by severe penances can I be seen in this form in the material world. അർജുനോട് ഭഗവാൻ പറയുന്നത്, ഇതിനു മുമ്പ് ഈ വിരാട് രൂപം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ വിരാട് രൂപം കാണാനുള്ള യോഗ്യത വേദ പഠനം, അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുക, ദാനം ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, തപസ് ചെയ്യുക, ഇതൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും ഈ രൂപത്തിനെ കാണാനുള്ള യോഗ്യത ഉണ്ടാവില്ല. പിന്നെ എന്താണ് യോഗ്യത? അർജുനന് ഇതല്ലാതെ വേറെ എന്ത് യോഗ്യതയാണുള്ളത്? ഈ യോഗ്യത ഒന്നുമല്ല ഇത് കാണാനുള്ള യോഗ്യത. പക്ഷെ അർജുനന് ഇതല്ലാതെ വേറെ എന്തോ ഒരു യോഗ്യതയുണ്ട്. എന്താണ് യോഗ്യത? ഭക്തൻ. ഭക്തി. അപ്പോ എന്താണ്? ഭഗവാനെ കാണാനും ഭഗവാനെ അറിയാനും ഭഗവാന്റെ കൂടെ കൂട്ടുകൂടാനുമുള്ള ആ യോഗ്യത എന്താ? ഭക്തി. ഭക്തി ആമാം അഭിജാനാതി. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാം. അല്ലാണ്ട് നമ്മൾ കുറെ ശ്ലോകങ്ങൾ പഠിച്ചിട്ടോ യജ്ഞങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താലൊന്നും ഭഗവാൻ പ്രീതിപ്പെടില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഭക്തി മാത്രം. അതുകൊണ്ടാണ് ഭഗവാൻ എന്താണ് അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം. ഒരുപാട് നമ്മള് ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടാവും, സാമാന്യ ധർമ്മങ്ങൾ, അതൊക്കെ വേണം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തിയാണ്. ആ ഭക്തിയിൽ സാമാന്യ ധർമ്മങ്ങളെല്ലാം ഉൾപ്പെടുന്നു. ഭക്തി ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം വേണ്ട പോലെ ചെയ്യും. ഒരാളും പ്രകൃതി വിരുദ്ധമായി ചെയ്യില്ല, ഒരാളെ ചൂഷണം ചെയ്യില്ല. ഭക്തി is the culmination of all other yogas. കർമ്മം without bhakti is zero in the sense ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അത് കിട്ടില്ല. ജ്ഞാനം വിത്തൗട്ട് ഭക്തി കാര്യമില്ല, ധ്യാനം വിത്തൗട്ട് ഭക്തി കാര്യമില്ല. നമ്മള് എത്ര വലിയ എക്സസൈസ് ചെയ്താലും ശരി, ഭഗവാനോടുള്ള ഭക്തി ഇല്ലെങ്കിൽ, ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ എന്ത് യോഗ അഭ്യാസം ചെയ്തിട്ടെന്താ കാര്യം? അല്ലെങ്കിൽ എന്ത് ഹോമകർമ്മങ്ങൾ ചെയ്തിട്ടെന്താ കാര്യം? അത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കാണ്, ഇന്ദ്രിയ ഭോഗ്യത്തിനാണ് നമ്മൾ ആ യോഗം അല്ലെങ്കിൽ ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കാര്യമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ നല്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഹോമയജ്ഞാദികൾ ചെയ്യുന്നുണ്ട്, ധ്യാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഭഗവത് പ്രാപ്തിയാണ്. ഭഗവത് ഭക്തിയാണെങ്കിൽ ഓക്കെ. അപ്പൊ ക്രമേണ കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും, ജ്ഞാനത്തിൽ നിന്ന് ധ്യാനത്തിലേക്കും, ധ്യാനത്തിൽ നിന്ന് ഭക്തിയിലേക്കുമുള്ള ഒരു പ്രയാണമാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പക്ഷെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം നിർബന്ധമില്ല. ഒരാൾക്ക് ഡയറക്റ്റ്ലി ഭക്തി യോഗ ചെയ്യാൻ പറ്റും, അല്ലേ? ഒരാൾക്ക് ഡയറക്റ്റ്ലി ഭക്തി യോഗ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരുവനാണോ ഭക്തി മാർഗത്തിലേക്ക് ഡയറക്റ്റ്ലി വരുന്നത്, അവരെല്ലാവരും അതിൻ്റെ ഏതെങ്കിലും ഒരു ജന്മത്തില് കർമ്മയോഗമോ അല്ലെങ്കിൽ ധ്യാനയോഗമോ അല്ലെങ്കിൽ ജ്ഞാനയോഗമോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഭക്തിയോഗം ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിതെല്ലാം കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ അതല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ മഹാത്വക്ക് കൃപ ഉണ്ടായിരിക്കണം ഭക്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഭക്തി നമുക്ക് ഭക്തി കിട്ടണമെങ്കിൽ 3 തരത്തിലെ ഭക്തി കിട്ടുള്ളൂ. പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ളത് അതെന്തൊക്കെയാണ്? ആ 3 തരങ്ങൾ അറിയാം. 3 തലങ്ങള് ഭക്തി കിട്ടാനുള്ള 3 തലങ്ങള്, 3 വഴി കൂടെ നമുക്ക് ഭക്തി കിട്ടുള്ളൂ. എന്തൊക്കെയാണ്? സുഹൃതി. ആ സുഹൃതി 3 തരത്തിലുള്ള സുഹൃതി ഞാൻ ക്ലൂ തന്നിരിക്കുന്നു. 3 തരത്തിലുള്ള സുഹൃതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്തി കിട്ടും. കാലമാണോന്നറിയില്ല പ്രഭുജി. ഇങ്ങനെ പാദധൂളി അതല്ലല്ലോ. അല്ല. അത് ഭക്തി ഉന്മുഖ്യ സുഹൃതി. നമ്മളെ ഏതെങ്കിലും ജന്മത്തിൽ ഭക്തി ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ ഭക്തി ചെയ്തിട്ടുണ്ട് സുഹൃതി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ ഭക്തി തുടങ്ങാൻ പറ്റും. അജ്ഞാത സുഹൃതി. നമ്മൾ അറിയാതെ എന്തെങ്കിലും സുഹൃതി ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഭക്തി കണ്ടിന്യൂ ചെയ്യും. പിന്നത്തെ സുഹൃതി പറഞ്ഞാൽ
അത് നമ്മളുടെ സുഹൃതിയല്ല, അത് മറ്റുള്ള വൈഷ്ണവന്മാരുടെ കൃപാ കടാക്ഷം, അനുഗ്രഹം അല്ലെ, അവരുടെ അനുഗ്രഹം. നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല. അതാണ് അഹൈതുകി കൃപ, ഒരു കാരണമില്ലാത്ത കൃപ വൈഷ്ണവന്മാരുടെ. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലാണ്ട് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു വിചാരിക്കുക, ഭക്തി കിട്ടുമോ? കുറെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു, വീടുണ്ടാക്കി കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഓക്കെ, ഹോസ്പിറ്റൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്തു, ഭക്തി കിട്ടുമോ നമുക്ക്? ഭക്തി കിട്ടില്ല. നമുക്ക് നല്ല ഇല്ല ജന്മം പ്രഭു. കിട്ടും, നല്ലൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഭൗതിക തലത്തിൽ ജീവിക്കാനുള്ള നല്ല കുറെ ബിസിനസ്സും കുറെ പണവും കുറെ ആൾക്കാരും കൂടെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം കാലം നമ്മുടെ അടുത്ത് പണവും ആ നമ്മളുടെ പ്രൗഢി ഉണ്ടാവും, അത്രത്തോളം ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞാൽ അവരുണ്ടാവില്ല. പണം പോയി ആയിരിക്കാം, നമ്മളുടെ ആ ഇൻവാലിഡിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. എത്രത്തോളം കാലം നമുക്ക് കഴിവുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, പണമുണ്ട്, ചില ആൾക്കാരുണ്ടാവും. അപ്പോ അതുകൊണ്ട് നമുക്ക് ഭക്തി കിട്ടില്ല. ജ്ഞാനം കൊണ്ട് ഭക്തി കിട്ടിയോ? ജ്ഞാനം കൊണ്ട് ഭക്തി കിട്ടില്ല. പക്ഷെ കുറെ ശ്ലോകങ്ങൾ പഠിച്ചു ഞാൻ, ഉപനിഷത്തും അറിയാം, വേദങ്ങൾ അറിയാം. ഏത് ശ്ലോകം ഇന്ന ബുക്കിൽ ഇന്ന നമ്പറാണ്, ഇന്ന പേജിലാന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഭക്തി കിട്ടില്ല. ഡ്രൈ ഫിലോസഫിയാണ് പറയുന്നത്. 100 എത്രയത്? 100 അല്ലേ? അപ്പൊ അതിൽ 1 എടുത്താലോ ആ 0ക്ക് വാല്യൂ ഉണ്ടോ? 1 എടുത്തു കഴിഞ്ഞാൽ, ആ ഡിജിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ 0 നേരെ മറിച്ച് അവിടെ ഒരു 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ എത്ര 0 കൊടുത്തു അത്രയും വാല്യൂ കൂടി. 2 0 ആണെങ്കിൽ 100, 3 ആണെങ്കിൽ 1000, 10,000, ലക്ഷമായി, കോടിയായി അല്ലേ? അപ്പൊ ആ 1 എന്നുള്ളത് നമുക്ക് ഭക്തിയാണ്. മറ്റതൊക്കെ എന്താണ്? ജ്ഞാനം, ധ്യാനം, കർമ്മം എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏത് സാധനം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 1 എന്നുള്ളത് ഭക്തി. എസ്പെഷ്യലി ആ ഭക്തിയിലത്തെ പ്രധാനപ്പെട്ട ലിംബ് എന്നുള്ളത് നവവിധ ഭക്തിയിലെ എന്താണ്? ചാൻഡിങ്. എസ്പെഷ്യലി കലികാലത്ത് പ്രഭുപാദ് പറയുന്ന 99% നമ്മുടെ ഭക്തി, നമ്മുടെ ആത്മീയത അഭിവൃദ്ധി എന്ന് പറയുന്നത് ചാൻഡിങ് ആണ്, നാമജപം. ആ നാമജപമാണ് 99%. ബാക്കി 1% മാത്രമാണ് ബാക്കിയുള്ള ആ ഒരു ലിംസ്. അപ്പോ ഒന്നെന്താണ്? ഭക്തി അല്ലേ? 1 ഭക്തി. അതെടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്ത് സാധനം ചെയ്താലും ശരി 0 ഉള്ളൂ. അതിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് വേണം, ഭക്തി വേണം. ഭക്തി ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതാണ് അത്രയും. അപ്പൊ ഇവിടെ അർജുനനുള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അർജുനൻ വലിയൊരു വേദ പണ്ഡിതനോ അല്ലെങ്കിൽ ഒരുപാട് ഹോമയജ്ഞാദികൾ ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാട് ദാനം ചെയ്ത ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലൊന്നും നിപുണനും അതിനൊന്നും ഒരു അഗ്രഗണ്യനൊന്നല്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്താണ്? ഭക്തി. ഭക്തിയാണ് ഔട്ട്സ്റ്റാൻഡിങ്. അതാണ് ഭഗവാൻ അർജുനന് പറയുന്നത്, ഈ വിരാട് രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ വിശ്വരൂപം കാണാനുള്ള ആ യോഗ്യത ഇതൊന്നുമല്ല. അതായത് വേദപഠനമോ ഹോമയജ്ഞാദി ചെയ്യങ്ങളോ, ഹോമയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നതോ, ദാനം ചെയ്യുന്നതോ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ തപസ് ചെയ്യുന്നതോ ഇതല്ല. എന്താണ്? മറിച്ച് ഭക്തി മാത്രമാണ് അർജുന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിരാട് രൂപം, വിശ്വരൂപം ഇതിനു മുമ്പ് വേറെ ആർക്കും കണ്ടിട്ടില്ല. അർജുന, നീ മാത്രമാണ് ഇതിന് പാത്രമായിരിക്കുന്നത്. So the divine vision in this connection should be clearly understood. Who can have divine vision? Divine means godly. Unless one attains the status of divinity as a demigod, he cannot have divine vision. And what is demigod? It is stated in the Vedic scriptures that those who are devotees of Lord Vishnu are demigods. Vishnu Bhaktas Mrido Daivaha. Devotees, ഭക്തർ, അതാണ് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവരാണ് വിഷ്ണു ഭക്തന്മാരാണ് ഡെമിഗോഡ്സ്. ആ ഒരു ഡിവൈൻ ക്വാളിറ്റി അർജുനുണ്ടായിരുന്നു. ദോസ് ഹു ആർ എത്തിസ്റ്റിക്, ദാറ്റ് ഈസ് ഹു ഡു നോട്ട് ബിലീവ് ഇൻ വിഷ്ണു or who recognize only the impersonal part of Krishna as a supreme cannot have the divine vision.
ഭഗവാൻ രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കും ഭഗവാൻ അത് കൊടുക്കില്ല. അവരും ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്. അവർ സാധാരണ ജ്ഞാനയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും സാധാരണ ഭക്തരല്ല, അവരും ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്. പക്ഷെ അവർക്ക് കാണാൻ പറ്റില്ല, കാരണം അവർക്ക് ഭഗവാന്റെ രൂപത്തിൽ വിശ്വാസമില്ല. പിന്നെ എന്തിനെ കാണിച്ചു കൊടുക്കുന്നു? ഭഗവാന്റെ ജ്യോതിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ അത് മാത്രം കാണിച്ചു കൊടുക്കുന്നു, അവിടത്തേക്ക് എത്തിക്കുന്നു ഭഗവാൻ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിക്രൈ കൃഷ്ണ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാവ് ദ ഡിവൈൻ വിഷൻ. ഭഗവാന് രൂപമില്ല, ആകൃതിയില്ല, വിശേഷമില്ല, ഗുണമില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്തിനാ ഭഗവാൻ തന്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുക? And at the same time have the divine vision. One cannot have the divine vision without becoming divine. Okay? നമ്മൾ ഡിവൈൻ ആവാതെ നമുക്ക് ഡിവൈൻ വിഷൻ കിട്ടില്ല. One cannot have the divine vision without becoming divine. In other words, those who have divine vision can also see like Arjuna. The Bhagavad Gita gives the description of the universal form. Although this description was unknown to everyone before Arjuna, now one can have some idea of the Vishwarupa after this. ഇതിനു ശേഷം എന്താണ് വിശ്വരൂപം എന്നുള്ള ഒരു ഏകദേശം ഐഡിയ പറഞ്ഞു കേട്ടിട്ടെങ്കിലും, കണ്ടിട്ടല്ല, പറഞ്ഞു കേട്ടില്ല. അതായത് ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് ഈ അറിവ് തന്നു ഭഗവാൻ, അല്ലേ? Those who are actually divine can see the universal form of the Lord. But one cannot be divine without being a pure devotee of Krishna. അപ്പൊ എന്താണ് അവിടുത്തെ ക്രൈറ്റീരിയ? നമ്മൾ ഡിവിനിറ്റി, ആത്മീയ തലത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ശുദ്ധ ഭക്തനാണ്. ഡിവോട്ടി, നമ്മൾ ജനറലി എല്ലാവരും ഡിവോട്ടി എന്ന് പറയും, പക്ഷെ അത് പോരാ. എ പ്യൂർ ഡിവോട്ടി. എ പ്യൂർ ഡിവോട്ടിയുടെ ക്രൈറ്റീരിയ എന്താണ്? എ ഡിവോട്ടി ആൻഡ് എ പ്യൂർ ഡിവോട്ടി, എന്താണ് ഡിഫറൻസ്? പ്രഭു, ഹരേ കൃഷ്ണ. പ്യൂർ ഡിവോട്ടി എന്ന് പറയുമ്പോ അൺകണ്ടീഷണൽ, അൺബയാസ്ഡ് ലവ് ആണോ പ്രഭു? ഓക്കെ. പിന്നെ അഡീഷണൽ ആയിട്ട് പ്രഭു, പ്യൂർ ഡിവോട്ടിയും പിന്നെ എന്തിന്റെ വ്യത്യാസമാണ് പ്രഭു? ഡിവോട്ടി, ഓർഡിനറി ഡിവോട്ടി. മെറ്റീരിയൽ ഡിസയേഴ്സ് ഇപ്പോഴും ഉണ്ട് പ്രഭു. ഓക്കെ, മെറ്റീരിയൽ ഡിസയേഴ്സ് ഉണ്ടായിരിക്കും ഡിവോട്ടിക്ക്, ഓർഡിനറി ഡിവോട്ടി. പ്യൂർ ഡിവോട്ടിക്ക് അതുണ്ടായിരിക്കുന്നു. യെസ്, ഗുഡ്, വെരി ഗുഡ്. വേറെ? അൺഇൻറ്ററപ്റ്റഡ് ഡിവോഷണൽ സർവീസ് ഉണ്ടോ? അറിവോൾ, അൺഇൻറ്ററപ്റ്റഡ് ഡിവോഷണൽ സർവീസ്, അത് പ്യൂർ ഡിവോട്ടി ആയിരിക്കും. മറ്റത് നമ്മളിപ്പോൾ ഉള്ള ഇന്ററപ്റ്റഡ് ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ 2 ദിവസം, ദിവസത്തിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, ബാക്കിയെല്ലാം നമ്മളുടെ ഭൗതിക ചിന്തകളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കും. യെസ്, ഗുഡ് പോയിന്റ്. വേറെ? ലൈഫിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ നമ്മൾ മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് ബിലീവ് ചെയ്യും. ന്യൂട്രാലിറ്റി, ഇക്വിപോയിസ്ഡ്. എന്ത് തന്നെ ദ്വന്ദ്ങ്ങൾ ഉണ്ടെങ്കിലും ശരി, മനസ്സിനെ ഇക്വിപോയിസ് ആയിട്ട് ന്യൂട്രാലിറ്റിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട് പറഞ്ഞില്ല ആരും, ഇതെല്ലാം ശരിയാണ്. ഡിവോഷണൽ സർവീസ്, യെസ്, ഡിവോഷണൽ സർവീസ് എല്ലാവരും ചെയ്യും. അവരും ഫുൾ അതിൽ തന്നെ ആയിരിക്കും. മറ്റേത് മിക്സർ ആയിരിക്കും. അൺഅലോയ്ഡ് ഡിവോഷണൽ സർവീസ്, അൺഅലോയ്ഡ് ഡിവോഷണൽ സർവീസ്, യെസ്. ഓക്കെ, അതൊക്കെ പറഞ്ഞു. മറ്റേ പ്രഭു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിപ്പോ ഞാനും പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്, അല്ലേ? പക്ഷെ അതുകൊണ്ട് നമ്മൾ പ്യൂർ ഡിവോട്ടി ആണോ? ഇല്ല പ്രഭു, ശരിയാ, കറക്റ്റാ. കംപ്ലീറ്റ് സറണ്ടർ പ്രഭുജി. കംപ്ലീറ്റ് സറണ്ടർ, യെസ്, സർവധർമാൻ പരിത്യജ്യ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ആ ഒരു മെയിൻ പോയിന്റിൽ നിങ്ങൾ ആരും വരുന്നില്ല. റീഡിംഗ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി ആണോ പ്രഭു? എന്താ പറഞ്ഞ? ബുക്സ് റീഡിംഗ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കാലിറ്റി ആണോ? അല്ല, അതായത് ത്രിഗുണത്തിന്റെ അതീതമായിരിക്കും പ്യൂർ ഡിവോട്ടി. നമ്മളെപ്പോഴും പറയുന്നതാണ്, മറ്റൊരു ത്രിഗുണത്തിന്റെ അധീനത്തിലായിരിക്കും പ്യൂർ ഡിവോട്ടി. ശുദ്ധ സാത്വ സ്റ്റേജിലെ പ്രഭു. അതെ, അതായത് ഇപ്പൊ ഒരു താമര, ചെളിവെള്ളത്തിലുള്ള താമര പോലെ ഇരിക്കും. അതായത് ചളിവെള്ളത്തിലാണെങ്കിലും കൂടി ചളി അതിനെ സ്പർശിക്കുന്നില്ല. എപ്പോഴും അതിന്റെ ആ ഒരു സ്വീറ്റ്നെസ്, ടെൻഡർനെസ്, സോഫ്റ്റ്നെസ്, ടെക്സ്ചർ
അതൊക്കെ ആർക്കും എപ്പോഴും ആകർഷണം തോന്നിക്കുന്നതായിരിക്കും, സന്തോഷം പകരുന്നതായിരിക്കും അല്ലേ? അത് അതേപോലെ ഒരു പ്യൂർ ഡിവോട്ടിയും ഈ ഭൗതിക ലോകത്തില് എല്ലാറ്റിൻ്റെയും ഇടയില്, എല്ലാ ഗുണങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണെങ്കിലും ആ ഗുണങ്ങളെ അവരെ ബാധിക്കുന്നു. ആ 3 ഗുണത്തിന്റെയും അത് മറ്റുള്ളവരും ഡിവോട്ടിയാണ്, പക്ഷെ എന്താണ്, അവർ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലായിരിക്കും ജീവിക്കുന്നത്. ഇപ്പൊ തമോ ഗുണത്തിലുള്ള ആൾക്കാരും ഡിവോഷണൽ സർവീസ് ചെയ്യുന്നുണ്ട്, രജോ ഗുണത്തിലുള്ള ആൾക്കാരും ഡിവോഷണൽ സർവീസ് ചെയ്യുന്നുണ്ട്, സത്വഗുണത്തിലുള്ള ആൾക്കാരും ഡിവോഷണൽ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ടു സം എക്സ്റ്റെന്റ് കണ്ടാമിനേറ്റഡ് ആണ്. മറ്റേത് ഒരു കണ്ടാമിനേഷനും ഇല്ല, ഒരു നോട്ട്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 24 കാരറ്റ് ശുദ്ധ ഭക്തി അല്ലെങ്കിൽ ശുദ്ധ സാത്വിക് സ്റ്റേജ് പറഞ്ഞ 24 കാരറ്റ്. അതിൽ കലർപ്പില്ല, മറ്റേതിൽ കലർപ്പുണ്ട്. സാത്വികമായിട്ടുള്ള ആൾക്കാരിലും കലർപ്പുണ്ട്. ഇപ്പൊ നമ്മളൊന്നും എത്ര സാത്വികന, നല്ലൊരു സാത്വികന, ആ സാത്വികനുണ്ടായിരിക്കും കുറച്ച് രജോ ഗുണം, കുറച്ച് തമോ ഗുണം. അതേപോലെ ശുദ്ധമായിട്ടുള്ള രജസിക് ആയിട്ടുള്ള ഒരാളെ കിട്ടില്ല. 100% രാജസ ഗുണത്തിലുള്ള 100% തമോ ഗുണത്തിലുള്ള ആൾക്കാരെ കിട്ടില്ല. എല്ലാറ്റിലും കുറച്ച് മിക്സ് ഉണ്ടാവും. പ്രിഡോമിനന്റ് ആയിട്ട് ആ ഗുണത്തിലായി നിൽക്കുന്നതായിരിക്കും. ഇപ്പൊ ഒരു തമോ ഗുണി വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പ്രിഡോമിനന്റ്ലി അദ്ദേഹം തമോ ഗുണത്തിലായിരിക്കും. ഒരു 60%, 70%, 80% തമോ ഗുണത്തിലായിരിക്കും. അതുകൊണ്ട് തമോ ഗുണി എന്ന് പറയുന്നു. ബാക്കി 20% സത്വഗുണം, രജഗുണം ഉണ്ട്. അതുപോലെ രജോ ഗുണത്തിൽ പ്രീഡോമിനന്റായി നിൽക്കുന്ന ആൾക്കാർ ഒരു 70% രജോ ഗുണമാണെങ്കിൽ ബാക്കി 30% തമോ ഗുണം, സത്വഗുണം ഉണ്ടായിരിക്കും. അതേപോലെ സത്വഗുണത്തിലെ ആൾക്കാർ 80, 70, 75, 90% സത്വഗുണമായിരിക്കും. ബാക്കി മിക്സർ ഓഫ് തമോ ഗുണ ആൻഡ് രജോ ഗുണം ഉണ്ടായിരിക്കും. അപ്പൊ ശുദ്ധ സാത്വിക് സ്റ്റേജ് പറഞ്ഞാൽ 100% സത്വഗുണമുള്ള ഒരു വ്യക്തിയാണ് ശുദ്ധ സാത്വിക് സ്റ്റേജ്, 24 കാരറ്റ്. മറ്റത് 22 കാരറ്റ്, 21 കാരറ്റ്, 18 കാരറ്റ്, 14 കാരറ്റ്, ഇങ്ങനെ പോകും. ഡിഫറെന്റ് മിക്സർ ഓഫ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഓഫ് ദ ഗുണാസ്. അപ്പൊ അതാണ് ക്രൈറ്റീരിയ. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ വന്നത്, വിതൗട്ട് ബീങ് എ പ്യൂർ ഡിവോട്ടി ഓഫ് കൃഷ്ണ യു കനോട്ട് ഹാവ് ദ ദർശൻ ഓഫ് കൃഷ്ണാസ് ട്രാൻസെൻഡന്റൽ ഫോം. പ്യൂർ ഡിവോട്ടി. പ്രഭുജി, അപ്പൊ 100% സത്വഗുണം പറഞ്ഞ കലർപ്പില്ല, അപ്പൊ വിശുദ്ധ സത്വഗുണം അല്ലേ? അതെ. Okay, the devotees. പ്രഭു, ഒരു സംശയം പ്രഭു. പറയൂ. പ്രഭു, നമ്മൾ സാധാരണ പറയില്ലേ, ദേവി ദേവതാമാര്, ഡെമിഗോഡ്സ് യൂഷ്വലി സത്വഗുണത്തിലാണ്. സോ ഇറ്റ് ടോക്സ് അബൌട്ട് പെർസെന്റേജ് അല്ലേ പ്രഭു? ഞാൻ അവര് സകാമ ഭക്തരാണ്, അവര് ഭക്തരാണ്, പക്ഷെ അവർക്കും മെറ്റീരിയൽ ആഗ്രഹങ്ങളുണ്ട്. പ്യുവർ ഡിവോട്ടീസ് അല്ല, അവര് ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അവർക്കൊണ്ട് പാഷൻ ഉണ്ട്, അവർക്കും ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, അവർ ശപിക്കുന്നു ഇല്ലേ, അവർക്ക് ദേഷ്യം വരുന്നു, യുദ്ധം ചെയ്യുന്നു, ഇതൊക്കെ ഇതിലാണ്. പിന്നെ ഭഗവാന്റെ ലീലകളുടെ ഭാഗമായിട്ട് ചില സംഗതികളൊക്കെ നടക്കുന്നത്, അത് വിടും. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുരുഷ്ടും ദേഷ്യവും ഫൈറ്റിങ്ങും നടക്കുന്നില്ലേ? ഇപ്പൊ നമ്മളുടെ ഒരു ഓഫീസില് ഇപ്പൊ പ്രഭുവിന്റെ ഓഫീസിൽ എടുക്കുക, ഒരുപാട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ട്. എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, എങ്കിലും ഉള്ളിൽ കൂടെ കുരുഷ്ടും കുശുമ്പും, ഈ മാനേജറും ആ മാനേജറും ഈ മാനേജറും മറ്റേ മാനേജറും തമ്മിൽ ഒരു ഉൾപ്പോരുണ്ടാവില്ലേ? അതെ പ്രഭു, തീർച്ചയായും. അതേപോലെ ഡെമിഗോഡ്സിനും വായു, അഗ്നി, വരുണൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, ഇവരുടെ ഇടയിലൊക്കെ ചെറിയ പിണക്കങ്ങളും ചെറിയ അസൂയകളൊക്കെ ഉണ്ട്. അവരെല്ലാം ഭഗവാന്റെ വിഷ്ണു ഭക്തന്മാരാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ശുദ്ധ ഭക്തന്മാരാണ്, സകാമ ഭക്തന്മാരാണ്. ക്ലിയർ പ്രഭു. പ്രഭുജി എന്താ പറഞ്ഞ ശുദ്ധ ഭക്തന്മാരാണെന്ന് പറഞ്ഞ് സകാമ ഭക്തന്മാരാണ്? ശുദ്ധ ഭക്തൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് 3 ഗുണത്തിന്റെ അതീതമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അതിന്റെ ഡെമിഗോഡ്സ് വരില്ലല്ലോ. ഇല്ല, സകാമ ഭക്തരാണ്. അവർക്കും മെറ്റീരിയൽ ഡിസൈർസ് ഉണ്ട്, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഒരു ഓഫീസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജറിന്റെ ഒരു ഉദാഹരണം പറയുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് കമ്പനിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു, അതിന്റെ കോഓപ്പറേഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇൻഡിവിജ്വലി അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഞാൻ വലുത്, നീ വലുത്, എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല,
ഇല്ല അങ്ങനത്തെ ഇല്ല സുജയപ്രഭു ഒരു ഓഫീസിലാവുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ സ്ട്രക്ചർ ആവുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ലേ? പ്രഭു നല്ലോണം ഉണ്ട് പ്രഭു, ഞാൻ കാണുന്നുണ്ട് പ്രഭു, അതുകൊണ്ടാ. അതേപോലെ ഈ യൂണിവേഴ്സൽ അഫയേഴ്സിനും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ സ്റ്റോറീസ് അല്ലേ, ഇന്ദ്രൻ അവരെ ശപിച്ചു, അല്ലെങ്കിൽ ഇവരെ ശപിച്ചു, ദുർവാസ അവരെ അംബരീഷിനെ ശപിച്ചു, അങ്ങനെ എങ്ങനെ, പിന്നെ അവിടെ യുദ്ധം ഇവിടെ യുദ്ധം. അസുരന്മാര് മാത്രല്ല, അസുരന്മാരും ദേവന്മാരും യുദ്ധം അത് വേറെ, ഇവരുടെ ഇടയിലുള്ള യുദ്ധം ദൈവം ഹനുമാനെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല പ്രഭു? കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ലഡ്ഡു കഴിക്കാനായിട്ട് സൂര്യദേവനെ കഴിക്കാൻ പോകുമ്പം. അതെ അതെ. അപ്പൊ അങ്ങനെ വിത്തിൻ ഫാമിലി തന്നെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു 8 കുട്ടികളുണ്ടെങ്കിൽ 8 കുട്ടികളും നല്ല ഒത്തൊരുമോട് കൂടെ പോകണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? കാരണം അവിടെ സെന്ററിൽ ഭഗവാനല്ല, അവിടെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളും. നേരെ മറിച്ച് പഞ്ചപാണ്ഡവന്മാര് അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അവരെല്ലാം ഭഗവാനെ മധ്യം നിർത്തി, എസ്പെഷ്യലി യുധിഷ്ഠിര മഹാരാജാവിനെ തൻ്റെ ജ്യേഷ്ഠ ഭ്രാത എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശങ്ങളെ മാനിച്ച് അവരൊരുമിച്ച് പോയി. ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അവിടെ, അല്ലേ? അതാണ് വ്യത്യാസം. So, but one cannot be divine without being a pure devotee of Krishna. The devotees, however, who are actually in the divine nature and who have divine mission are not very much interested in seeing the universal form. എന്തുകൊണ്ട്? അവർക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ അർജുനന് ഈ വിരാട് രൂപം കാണാൻ വലിയ താല്പര്യം ഒന്നും അറിയില്ല, പക്ഷേ അർജുനൻ ഒരു ഭഗവാന്റെ ഒരു ഉപകരണമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോ അർജുനൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചാൽ ഒരു ഭക്തനെ, ശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വിശ്വരൂപം വലിയ കാര്യമൊന്നുമല്ല. അതിലെന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്. ഞാൻ ഒരു ആളുടെ ഇത് കേൾക്കായിരുന്നു, അതായത് ഭഗവാൻ എല്ലാവരും വിഴുങ്ങി, അതായത് ഈ വിശ്വരൂപത്തില് ഭഗവാൻ എല്ലാവരും നശിപ്പിച്ചു എന്ന് പറയണം. അപ്പൊ നമ്മുടെ ഇങ്ങനെ മറ്റുള്ള മൃഗങ്ങളെ മറ്റുള്ളവരെയൊക്കെ നശിപ്പിച്ച ഒരു ആടിനെ, ഒരു കോഴിയോ അല്ലെങ്കിൽ കുറച്ച് 4 മൃഗത്തിനെ ബലിയർപ്പിച്ച എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, എന്തൊരു ഒരു കമ്പാരിസണാ ഇത് ചെയ്തറിയും. ഭഗവാൻ എന്താണ് അതായത് ഭഗവാനിലാണ് എല്ലാം, നമ്മളെല്ലാം ഭഗവാൻ എന്ന് വരുന്നു, ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്ന എന്നാണ് കാണിക്കുന്നത്. ഭഗവാനിലല്ലാതെ ഒന്നുമില്ല. യശോദമ്മയുടെ വായയില് യൂണിവേഴ്സാണ് കാണിക്കുന്നത്, അതിൽ യശോദമ്മയുടെ ഭഗവാനുണ്ട്. എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വരുന്നു, ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ്, അല്ലാണ്ട് ഭഗവാൻ ഫിസിക്കലി ഓരോരുത്തരെ വന്നിട്ട് ബലിയർപ്പിച്ച് കൊടുക്കല്ല. അപ്പൊ ഇത്രയൊക്കെ ഭഗവാൻ ചെയ്യുന്ന, ഭഗവാൻ എല്ലാവരും കഴിക്കുന്നു. അപ്പോ 2 ആടിനെ ബലിയർപ്പിച്ച് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന്? അത് സാധാരണ വ്യക്തിയല്ല പറയണ്ടത്. അതെനിക്ക് അത്ഭുതം. ഒരു സാധാരണ വ്യക്തി പറയുകയാണെങ്കിൽ വിട്ടുതള്ളാം. ഇത് അത്രയും, ഞാൻ പറഞ്ഞാൽ പിന്നെ പേര് പറഞ്ഞുതരാം, പേര് പറയുന്നില്ല. അപ്പൊ അവരുടെ ഓരോ തെറ്റിദ്ധാരണകളെ, അതായത് എന്താണ് പറയുന്നത് വെച്ചാൽ, തന്ത്രവിദ്യ, പഴയ കാലത്തെ തന്ത്രവിദ്യയില് വലിയ അർപ്പണങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അത് എന്ത് നിർത്തിയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഉദാഹരണം ഇതാണ് പറയുന്നത്. ഭഗവാൻ ഇവരെല്ലാം വിഴുങ്ങി, വരവെല്ലാം നശിപ്പിച്ചു. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ നശിപ്പിക്കാന്നുണ്ടെങ്കിൽ 2 കോഴിയെ ബലിയർപ്പിച്ചാൽ ഒരു 4 എന്താ പ്രശ്നത്തിന് ചോദിക്കും. പ്രഭു, എനിക്കൊരു സംശയമുണ്ട് പ്രഭു. പ്രഭു, റിലേറ്റഡ് ടു നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രഭു. നമ്മൾ സാധാരണ പറയില്ല പ്രഭു, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, 4 ലക്ഷം മനുഷ്യന്മാര് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്ന അവബോധത്തെ ബേസ് ചെയ്തിട്ടല്ലേ പ്രഭു? അതെ. അപ്പൊ ഈ അവബോധം എന്ന് പറയുന്നത് നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പ്യൂരിറ്റി കൂടുതലുള്ളവർക്ക് സത്വഗുണത്തിന്റെ അളവ് കൂടുതലായിരിക്കും, ടുവേർഡ്സ് 100% ആയിരിക്കും, അങ്ങനെയല്ലേ പ്രഭു? ഓക്കെ, റൈറ്റ് പ്രഭു. എനിക്കത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ്
ദി ത്രിഗുണ. അപ്പൊ 3 പ്രൈം കളർ എടുക്കുക, റെഡ്, ഗ്രീന്, യെല്ലോ, ഏതെങ്കിലും 3 പ്രൈം കളർ എടുത്തിട്ട് ഡിഫറെന്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്താൽ എത്ര കളർ കിട്ടും? നമുക്ക് പറയാം, അനന്തമായിട്ടുള്ള അല്ലേ? ഇന്യൂമറബിൾ പ്രഭു. അതേപോലെ തന്നെ ഇതില് മനുഷ്യരുണ്ട്, കിന്നരന്മാരുണ്ട്, എന്താ പറയുക, ചാരണന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ദേവതന്മാരുണ്ട്. ഇവരെല്ലാം ഈ 4 ലക്ഷം മനുഷ്യ യോനിയിൽ കണക്കാക്കപ്പെടുന്നതാണ്. പ്രഭു പറഞ്ഞ പോലെ ആ ത്രിഗുണങ്ങളുടെ ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ അവബോധമാണ് ഇവർക്കെല്ലാം ഉള്ളത്. Okay, so as described in the previous verse, Arjuna decided to see the four-handed form of Lord Krishna as Vishnu, and he was actually afraid of the universal form. ഒരു ഡിവോട്ടി സംബന്ധിച്ചോളം നമ്മൾ ഘോരമായിട്ടുള്ള ഒരു രൂപം കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നും, അത് പേടി തോന്നും. ഘോരമായിട്ടുള്ള ഒരു രൂപം നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നുന്ന പേടിയാ തോന്നും? പേടി തോന്നും. പേടിയാ തോന്നും. ഭഗവാന്റെ വളരെ ശ്യാമസുന്ദരമായിട്ടുള്ള എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഇത് കാണുമ്പോൾ നമുക്ക് എത്ര ഒരു മനസ്സിന് സമാധാനം. ഇത് മഹാകാളിയുടെ, ഭദ്രകാളിയുടെ 16 കയ്യോ 18 കയ്യോ 19 കയ്യോ അതിലെല്ലാം ഓരോ ആയുധം എത്തിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മള് ആലിംഗനം ചെയ്യാൻ തോന്നും നമുക്ക്. മഹാകാളി നമ്മളെ ആലിംഗനം ചെയ്താൽ നമ്മൾ കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പൊ ഭഗവാൻ പ്രഭു, നമ്മളെല്ലാരും ഇങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് പ്രഹ്ലാദ് മഹാരാജിനെ പ്രഭു, നരസിംഹ ഭഗവാൻ വന്ന സമയത്തെ ഇത്രയും ഘോര രൂപം കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് പ്രഭു പറഞ്ഞപ്പോ അതാ ഓർമ്മ. അതുകൊണ്ട് അപ്പൊ ഭഗവാന്റെ ഈ രൂപം ആർക്കുള്ളതാണ്? ഡിവോട്ടീസിനുള്ള രൂപമല്ല. അതുകൊണ്ട് ഭഗവാൻ അർജുന, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ്. പക്ഷെ എങ്കിലും മറ്റുള്ളവർക്ക് അറിഞ്ഞിരിക്കണം ഭഗവാൻ ഇങ്ങനത്തെ രൂപമുണ്ട്. ഐ ആം ടൈം എന്ന് പറയണം. സമയം എല്ലാറ്റിനെയും വധിക്കുന്നു. എല്ലാവർക്കും ഒരു സമയം കൊടുത്തിട്ടുണ്ട്. കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് 100 വർഷം, അങ്ങനെ ഏറി പോയാൽ 110 വർഷം, 120 വർഷം പറഞ്ഞോളൂ, ബോണസ് കൊടുത്തോളൂ. അതിലും ഇത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയം കഴിഞ്ഞാൽ കാലത്തിന് അധീനമാവും നമ്മൾ. ടൈം വിൽ കൺസ്യൂം അസ്, വി കനോട്ട് പ്രൊലോങ്. എത്ര വലിയ ധനവാനായാലും ശരി. അതുകൊണ്ട് നമുക്ക് ഭഗവാനാണ്, ഭഗവാന്റെ ക്രിയേഷനാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാന് എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണം അമ്മാനമാടാം. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റില്ല. നമുക്ക് ഭഗവാൻ ചില പറഞ്ഞിട്ട് അത് പ്രകാരം ജീവിക്കാനേ പറ്റുള്ളൂ. തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വർഷിപ്പ് എഗെയിൻ പറഞ്ഞ ആ വേർഷിപ്പ് മോഡ്, ഓക്കെ, തമോ ഗുണത്തിലുള്ള വേർഷിപ്പാണ്. അതും പറഞ്ഞിട്ടുണ്ട്. തമോ ഗുണത്തിലെ വേർഷിപ്പിന്റെ റിസൾട്ട് എന്താണ്, രജഗുണത്തിലെ വേർഷിപ്പിന്റെ റിസൾട്ട് എന്താണ്, അവരാരെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, അതേപോലെ സത്വഗുണത്തിലുള്ള വേർഷിപ്പിന്റെ റിസൾട്ടും എങ്ങനെ, അതിന്റെ പ്രോസസ്സും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അത് വേദങ്ങളിൽ പറഞ്ഞില്ല പറഞ്ഞു വേദങ്ങൾ. പക്ഷെ എന്താണ് ഭഗവാൻ പറയുന്നത്? തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് വിശുദ്ധ സത്വത്തിലേക്കും ഉയരണം എന്ന് പറയുന്ന ഒരു ഭക്തനാവാനാണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ സൃഷ്ടിയിലെ ഒരാളെയും നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. അത് ഭഗവാൻ തന്നിട്ടില്ല. നമുക്ക് അടുത്തുള്ള വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവരെ അടിക്കാനോ അവരെ കൊല്ലാനുള്ള അധികാരം ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് പ്രശ്നമെങ്കിൽ ഗവൺമെന്റിൽ പറയണം, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പറയണം, അതിന്റെ അതോറിറ്റീസിനോട് പറയണം. നമുക്ക് പോയിട്ട് നമ്മുടെ നിയമം കയ്യിലെടുത്തിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ ഭഗവാൻ നമുക്ക് ഒരു അധികാരം തന്നിട്ടില്ല. ഭഗവാൻ സൃഷ്ടിച്ച സൃഷ്ടിയെ നശിപ്പിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സ്, വ്യത്യസ്തമായിട്ടുള്ള ആരാധന നയങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് തമോ ഗുണത്തിലുള്ള ആരാധന സ്വീകരിച്ച ആൾക്കാരെന്ന് മാത്രം. പക്ഷെ അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഓൺ ദ ലോവർ ഗ്രേഡ്. പിന്നെ യു ഷുഡ് ascend to the mode of goodness, pure mode of goodness. So Arjuna decided to see the four-handed form of Lord Krishna as Vishnu, and he was actually afraid of the universal. Afraid. കാരണം അത്രയും ഘോരമായിട്ടുള്ള ഒരു ഫോമാണത്. എന്നാൽ ദംഷ്ട്രങ്ങൾ എത്ര 10,000, 1000, 10,000 ലക്ഷക്കണക്കിലുള്ള വായുകളും ദംഷ്ട്രങ്ങളും, പിന്നെ അതേപോലെ കൈകളും കാലുകളും കണ്ണുകളും എല്ലാം അനന്തമായിട്ടുള്ള ഒരു രൂപം തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് പേടി വരും. കാണണ്ട.
പക്ഷെ ഭഗവാൻ അങ്ങനത്തെ ഒരു രൂപം കൂടി ഉണ്ടെന്ന് ആർക്ക് നിരീശ്വരവാദികൾക്ക്, ഏത്യസ്റ്റിന്, അഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ முடியும். അതുകൊണ്ടാണ് ഭഗവാനോട് ഉടനെ പറഞ്ഞ് എനിക്ക് മതി കണ്ടത്, എനിക്ക് ആ എന്നാ നാരായണന്റെ ഫോമിൽ വരാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള കൃഷ്ണന്റെ ഫോമിൽ അർജുന ആഗ്രഹിച്ചത്. So in this verse there are some significant words, just like Veda Yajnadhyayane, which refers to studying Vedic literature and the subject matter of sacrificial regulations. Veda refers to all kinds of Vedic literature, such as the 4 Vedas, Rig, Yajur, Sama, and Atharva, and the 18 Puranas, the Upanishads, and the Vedanta Sutra. ഇതെല്ലാം ഇപ്പോൾ ഈ കംപ്ലീറ്റ് വേദിക് ലിറ്ററേച്ചർ എന്താണ്? മെയിൻ ആയിട്ട് 4 വേദാസ്, ഋഗ്, യജുർ, സാമ, അഥർവ, 18 പുരാണാസ്, ഉപനിഷത്സ്, വേദാന്ത സൂത്ര. ഇതാണ് മെയിൻ. പിന്നെ ഒരുപാട് കൊറോളറീസ് ഉണ്ട്, കമന്ററീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഏതിലാണ്? ശ്രീമദ് ഭാഗവതം ഒഴിച്ച് ബാക്കി എല്ലാം ഈ ത്രിഗുണത്തിന്റെ അധീനത്വം. ശ്രീമദ് ഭാഗവതം മാത്രം അമല പുരാണം എന്ന് അറിയപ്പെടുന്നു. അത് വിശുദ്ധ സത്വം. അത് വായിച്ച് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളും അതിലേക്ക് ഉയരാൻ പറ്റും. So one can study this at home or anywhere else. Similarly, there are sutras, Kalpa Sutras, Mimamsa Sutras for studying the method of sacrifice. Dana refers to charity, which is offered to a suitable party. നമുക്കറിയാം വ്യാസദേവൻ തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് ഇതെല്ലാം വീതിച്ചു കൊടുത്തു അല്ലേ? കനഡ, ഗൗതമ, പിന്നെ ജൈമിനി, സമന്തു, പിന്നെ വേദാന്ത സൂത്രം സ്വയം വ്യാസദേവൻ എഴുതി. റോമാർഷണ, പുരാണാസ്. അപ്പൊ ആ പെർട്ടിക്കുലർ ഡിസിപ്ലിനില് അവർ ഫേമസ് ആയി. ഇപ്പൊ യോഗ, പാതാഞ്ജലി യോഗസൂത്ര. അപ്പൊ അതില് പാതാഞ്ജലി അഗ്രഗണ്യനായി യോഗശാസ്ത്രത്തിന്. മീമാംസ, ജൈമിനി, അതില് ആ ഡിസിപ്ലിൻ, ആ ഡിപ്പാർട്ട്മെന്റ്. ഗൗതമ, ന്യായ, ഗൗതമ ന്യായ. കന്നഡ മീമാംസ, കന്നഡയാണ് മീമാംസകളും. അങ്ങനെയാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഡിസിപ്ലിനും ഓരോ ആർക്ക് കൊടുത്തു? ഡിസൈപ്പിൾസിന് കൊടുത്തു. സ്വയം എന്തെടുത്തു? വേദാന്ത സൂത്രം മെയിൻ ആയിട്ടുള്ളത്. പിന്നെ പുരാണങ്ങൾ ആർക്ക് കൊടുത്തു? ആർക്കാണ് പുരാണങ്ങൾ കൊടുത്തത്? രോമാഷൻ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദർ ആർ സൂത്രാസ്, കൽപ്പസൂത്രാസ്, മീമാംസ സൂത്രാസ്, സ്റ്റഡിങ് ദ മെത്തേഡ് ഓഫ് സാക്രിഫൈസ്. ഒരുപാട് ഡിഫറെന്റ് സാക്രിഫൈസ് യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഇതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളും യന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവർക്കറിയാം. അപ്പൊ അവര് നിപുണന്മാരാണ്, അവർ കാണിച്ചു കൊടുക്കുന്നു. ദാന refers to charity which is offered the suitable party, such as those who are engaged in the transcendental service of God, the Brahmanas and the Vaishnavas. ദാനം നമ്മുടെ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിയും 3 ഗുണങ്ങളിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. തമോ ഗുണത്തിലെ ദാനങ്ങളുണ്ട്, രജോഗുണത്തിലെ ദാനമുണ്ട്, സത്വഗുണത്തിലെ ദാനമുണ്ട്. തമോ ഗുണത്തിലെ ദാനം, ഞാൻ ദാനം ചെയ്യാണ്. ഒരാൾ വന്ന് പോയി എനിക്കൊരു 50 രൂപ തരണം, എന്തിനാ? കള്ളു കുടിക്കാൻ. ഓ, കൊടുത്തു, കുടിച്ചോ, 4 കാലം നടന്നു, എന്നിട്ട് ഞാൻ കണ്ട് ആസ്വദിക്കുക. തമോ ഗുണത്തിലെ ദാന, ഞാൻ ചെയ്യുന്ന ദാന, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അയാൾ 4 കാലം നടക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. തമോ ഗുണത്തിലെ അങ്ങനെ ഓരോന്നിലും. അപ്പൊ ദാനം കൊടുക്കുന്നത് to an appropriate person at an appropriate time for an appropriate cause. That is the right ദാനം. അല്ലെങ്കിൽ അത് തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ ആയിരിക്കും. ഇതിനെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളുടെ അതിന് വേണ്ടുന്ന വിധത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ pious activities refers to അഗ്നിഹോത്ര and the prescribed duties of the different caste. വ്യത്യസ്തമായിട്ടുള്ള വർണ്ണത്തിലുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം പോകാൻ പറ്റും. ഒരു ശൂദ്രൻ എത്ര വലിയ ആളായാലും ശരി, എത്ര പണ്ഡിതനായാലും ശരി,
ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ പാടില്ല. എത്ര കർശനമായിട്ടാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. വെറുതെ അല്ല, ഇപ്പത്തുന്ന കാലത്ത് അവന് ശൂദ്രനാണ്, അവന് കഴിവുണ്ടായിട്ടും അവന് ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കുന്നില്ല, ബ്രാഹ്മണനായിട്ട് ചെയ്യുന്നില്ല. കാരണം അവന് കഴിവുണ്ടായിരിക്കും, സ്കിൽസ് ഉണ്ടായിരിക്കും, പക്ഷെ അവന്റെ ഇന്റേണൽ പ്യൂരിറ്റി ഉണ്ടാവില്ല. ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് ഉണ്ടാവില്ല, സ്കിൽസേ ഉള്ളൂ അല്ലേ? പക്ഷെ ബ്രാഹ്മണനായിട്ട് ആ ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യും? അതല്ലേ അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. അർജുനൻ പറഞ്ഞു, ഇതെല്ലാം വിട്ട് ഞാൻ ഭിക്ഷയാടാൻ പോവാണ്. ഭിക്ഷയാടാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഭിക്ഷയാടാൻ പോകുന്ന കാര്യം ശരി, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അനീതി കണ്ട അപ്പെടുക്കും ഗാന്ഡീവം. ഒരു സന്യാസി പറഞ്ഞ മോസ്റ്റ് ടോളറന്റ് ആയിരിക്കണം, ഇക്വിപ്പോസ് ആയിരിക്കണം, ഒരു ആക്ടിവിറ്റിയിലും നമ്മളെ അഗ്രസർ ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏത് വർണ്ണത്തിലാണോ നമ്മൾ ആ വർണ്ണത്തിലെ ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഭഗവാൻ അർജുനോട് അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എത്ര തന്നെ എക്സ്പേർട്ട് ആയാലും ശരി, മറ്റുള്ള വർണ്ണത്തിന്റെ ആ ജോലികൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ, വി ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഏകലവ്യൻ ബെസ്റ്റ് എക്സാമ്പിൾ. ഏകലവ്യൻ എന്താ സ്കിൽ ഉണ്ടായിരുന്നു? ഏകലവ്യനറ്റെ ദ്രോണാചാര്യ ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അർജുനനും കർണനും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ദ്രോണാചാര്യൻ പഠിപ്പിച്ചില്ല? നിഷാദനാണ്. അത് എങ്ങനെ യൂസ് ചെയ്യും, എവിടെ യൂസ് ചെയ്യും, ധർമ്മത്തിനോ അധർമ്മത്തിനോ യൂസ് ചെയ്യുന്ന വ്യക്തതയില്ല. അപ്പൊ ഈ സ്കില്ല്, ഈ വിദ്യ നേടിയിട്ട് അത് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഇപ്പോ നൈഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഡോക്ടർ, നൈഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഡെക്കോയിറ്റ്, രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് നൈഫാണ്. ഒരാളുടെ ജീവിതത്തിനെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നു, ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. സോ ഇതാണ് ഇവിടെ. ആൻഡ് ദ വോളണ്ടറി അക്സെപ്റ്റൻസ് ഓഫ് സം ബോഡ്ലി പെയിൻസ് ഈസ് കോൾഡ് തപസ്യ. അപ്പോൾ ഓസ്റ്റെറിറ്റി എന്നാ പറഞ്ഞാൽ, ഓസ്റ്റെറിറ്റി പ്രഭുപാദ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? അക്സെപ്റ്റിംഗ് വോളണ്ടറി ഇൻകൺവീനിയൻസ് ഫോർ എ ബെറ്റർ കോസ്. ഓക്കെ, അക്സെപ്റ്റിംഗ് വോളണ്ടറി, അതായത് നമ്മൾ സ്വമേധയാ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കുക ഒരു നല്ല കാര്യത്തിന് വേണ്ടി. കുറച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, തണുപ്പുണ്ടായിരിക്കും, പതുപ്പുകൊണ്ട് മൂടി നമ്മൾ ഉറങ്ങാനുള്ള ആഗ്രഹമായിരിക്കും, പക്ഷെ അതൊക്കെ മറികടന്ന് എഴുന്നേറ്റ് കുളിച്ച് നമ്മളുടെ ചാനിങ്ങും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ചെറിയൊരു ഓസ്റ്ററിറ്റി. ഏകാദശി ദിവസം ഉപവാസം എടുക്കുക, കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല, ഇഷ്ടംപോലെ നമുക്ക് ഇപ്പോൾ ഏകാദശി ഡിഷസ് കിട്ടുന്നുണ്ട്. പക്ഷെ ധാന്യത്തിൽ നിന്ന് അത്ര ചെറിയ അതേ ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് തപസ്യ. അന്നത്തെ തപസ്യ പറഞ്ഞ 1000 വർഷങ്ങളോളം ഒറ്റക്കാലിൽ നിന്നിട്ട് ഭക്ഷണമില്ലാണ്ട് വായു ഇല്ലാണ്ട് തപസ് ചെയ്യാന്നാണ്. അതൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളോട്. ഒറ്റക്കാലം നിൽക്കാന്ന് പറഞ്ഞില്ലല്ലോ, കൊറ്റി നിൽക്കുന്ന പോലെ. ഈ നദീതീരത്തൊക്കെ ക്രെയിൻ കൊറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങള്? വള്ളക്കൊറ്റി എങ്ങനെ നിൽക്കുന്ന? ഒറ്റക്കാലിന്. എന്തിനാണ്? മെഡിറ്റേഷനാണത്. എന്താ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ബക്കോ ധ്യാനം. ബക്കോ ധ്യാനം, കൊറ്റിയുടെ ധ്യാനം. അത് എപ്പോഴാണ് മത്സ്യം വരുന്നത്, ഒറ്റ ഇത്രയും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ഒറ്റ ഇതാണ്, ഫ്ലാഷ് ഓഫ് എ സെക്കൻഡ് അല്ലേ എടുത്തു. നമ്മളോട് അതൊന്നും പറഞ്ഞിട്ടില്ല, ഒറ്റക്കാലിൽ നിന്നിട്ട് തപസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. So one can perform all these, can accept bodily penances, give charity, study the Vedas, etc. But unless he is devotee like Arjuna, it is not possible to see the universal form. Clear ayo? Yogyada endana? Devotee. Those who are impersonalists are also imagining that they are seeing the universal form of the Lord. But from Bhagavad Gita, we understand that the impersonalists are not devotees. Therefore, they are unable to see the universal form of Lord. So,
ഇംപേഴ്സണലിസ്റ്റ് മായാവാദ ഫിലോസഫി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ രൂപം കാണാനുള്ള ഭാഗ്യമില്ല. കാരണം വെച്ചാൽ അവർക്ക് ഭഗവാന്റെ രൂപത്തിലെ വിശ്വാസമില്ല. പിന്നെ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? There are many persons who create incarnations. They falsely claim an ordinary human to be an incarnation, but this is all foolishness. ഇന്നത്തെ കാലത്തെ കലിയുഗത്തില് മഴക്കാലത്ത് കൂന് പൊട്ടി മുളയ്ക്കുന്ന പോലെ അവതാരങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ അതിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. ആയിക്കോട്ടെ, അവര് സ്വയം ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഞാൻ അവതാരം, ഓക്കെ, സോ ബീറ്റ്. നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്കറിയാം ആരാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്താണ് ഒരു അവതാരത്തിന്റെ ലക്ഷണം എന്ന് ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ വിശ്വസിക്കാം. സോ we should follow the principles of Bhagavad Gita. Otherwise, there is no possibility of attaining perfect spiritual knowledge. Although Bhagavad Gita is considered the preliminary study of the science of God, still it is so perfect that it enables one to distinguish what is what. The followers of a pseudo incarnation may say that they have also seen the transcendent incarnation of God, universal form, but that is unacceptable because it's clearly stated here that unless one becomes a devotee of Krishna, one cannot see the universal form. അപ്പോൾ ഇന്നത്തെ കാലത്തെ പല സോ കോൾഡ് സ്യൂഡോ ഇൻകാർണേഷൻ പറയും, ഞാൻ വിരാട് രൂപം കാണിച്ചു തരാം, അത് കാണിച്ചു തരാം. അവർ പറയും ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വരൂപം കണ്ടിട്ടുണ്ട്, സ്വാമിജി കാണിച്ചു തന്നിട്ടുണ്ട്, ആ ബാബ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ? അവർ വിവരിക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യും. എന്നിട്ട് അവസാനം ആ അവതാരം വയസ്സ് ആയിട്ട് നടക്കാനും വയ്യ, ഒന്നിനും വയ്യ, കേൾക്ക ബുദ്ധിയില്ല, ഓർമ്മയില്ല, എന്നിട്ട് ദേഹം വെടിയും ചെയ്യും. ഭഗവാൻ അങ്ങനത്തെ സ്ഥിതി വന്നിട്ടില്ലെന്ന് ഈ മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന ഇങ്ങനെ ഇവർക്കൊന്നും അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിട്ടില്ല. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിന് എന്താണ് അവതാരം. So one first of all has to become a pure devotee of Krishna. Then he can claim that he can show the universal form of what he has seen. A devotee of Krishna cannot accept false incarnation or followers of false incarnation. പ്രഭാത പറഞ്ഞത് അങ്ങനെ വല്ലവരും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വിൽ അക്സെപ്റ്റ് ഇൻകാർനേഷൻ. അവര് പല ജാലവിദ്യയും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഗോവർദ്ധൻ ഒന്ന് പൊന്തിച്ച് കാണിക്കാൻ പറയാം, 16,108 രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറയും. then we'll accept them as മാജിക് കൊണ്ടല്ല. മാജിക് കൊണ്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആൾക്കാരെ ഫുൾ ആക്കാൻ പറ്റും. പെർമനന്റ് ആയിട്ട് അവർ എക്സ്പാൻഡ് ചെയ്ത് ജീവിക്കണം, ഗോവർദ്ധനിൽ പൊന്തിക്കണം. അതേപോലെ കാലക്കൂട്ട വിഷം കഴിക്കണം, ശിവനെ പോലെ ഇവിടെ കണ്ടത്തിൽ വെക്കണം. ഇതൊക്കെ ടെസ്റ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഓക്കെ, യു ഷോ, then we'll believe you, will accept you as incarnation. നമ്മുടെ a devotee of Krishna cannot accept false incarnation or followers of false. അവർക്ക് സിദ്ധി ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. ആ സിദ്ധിയെ ദുരുപയോഗിച്ചിട്ട് അവർ ഇൻകാർനേഷനായിട്ട് പല ആൾക്കാരും പേരും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ആൾക്കാരെ തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഐശ്വര്യം? ഭയഭക്തി, ഐശ്വര്യഭക്തി എന്ന് പറയുന്നില്ലേ? ഒരാൾക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത വേറെ ചില ആൾക്കാർ ചെയ്യുമ്പോൾ അതിനോട് വലിയൊരു ഭക്തി, അവരെന്നിട്ട് ഭഗവാനായി എന്ന് അവരെ കാണും. കഴിവില്ല എന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എസ്പെഷ്യലി കലികാലത്ത്. എന്തിന് കലികാലത്ത്? ഭഗവാൻ കൃഷ്ണൻ ഉള്ള സമയത്ത് തന്നെ എന്താ ഫൗണ്ടർ കൃഷ്ണൻ അല്ലേ, ഒറിജിനൽ കൃഷ്ണനോട് പറഞ്ഞു, നീയല്ല കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ, ആ പീലിയും ആ ഓടക്കൊള്ളൊക്കെ എനിക്ക് കൊണ്ടുപോവാ, ഈ എന്തിനാ അത് വെച്ചിരിക്കുന്നത്, ഞാനാണ് ശരിക്കുള്ള കൃഷ്ണൻ. അതെ ശരി, അങ്ങനെ അവിടുന്ന് ഒരു ചക്രം വിട്ടു, പിന്നെ ഫൗണ്ടറുടെ തലയില്ല. അപ്പൊ ആ സമയത്തും കൂടി ഉണ്ടായിരുന്നു ഇമ്പോസ്റ്റേഴ്സ്, ഭഗവാന്റെ സമയത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്തെ കലികാലത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് 49 അടുത്ത ക്ലാസ്സിൽ
वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। ताई गो प्रेमानंद। हरे कृष्णा।